ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് ഒരു കണക്ക് പുറത്തു വരുന്നെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കണക്കൊക്കെ കാണില്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ല, ഞാൻ ചോദിച്ച കാരണം ഈ പെട്ടെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ പണക്കാരാകുന്നു എന്നൊക്കെ പറയുമ്പോൾ കാണാനും കേൾക്കാനും ജനങ്ങൾക്ക് വലിയ കൗതുകം. മുഖ്യമന്ത്രിമാർക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ട് ഒരു തവണ മുഖ്യമന്ത്രിയായി 5 വർഷം പൂർത്തിയായി ഇറങ്ങുമ്പോൾ അവർക്ക് സ്വത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതെ. അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് ചിലവുകൾ, യാത്രാ ചിലവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വസ്ത്രം മേടിക്കുന്നതിന് കാശ് വേണം, ചികിത്സയ്ക്ക് പൈസ വേണ്ട. അത് എത്ര കോടി രൂപയാണെങ്കിലും സർക്കാർ ചികിത്സ, മന്ത്രിയാവണ്ട, MLA ആയാൽ മതി. നമ്മുടെ ഒരു MLAക്ക് വേണ്ട 5 കോടിയോ 6 കോടിയോ ഒക്കെ ചികിത്സാ ചിലവായ കണക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. കുട്ടനാട്ടിലുള്ള ഒരു MLA ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. കോടീശ്വരനായ MLA ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചികിത്സയൊക്കെ സുഖമായി നടക്കും. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, MLAയുടെ മാത്രമല്ല, MLAയുടെ ഭാര്യയ്ക്കും മക്കൾക്കും വരെ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. എൻ്റെ ധാരണ എങ്ങനെയാണ്, മുഖ്യമന്ത്രി കുടുംബ ഇൻഷുറൻസ് ട്രീറ്റ്മെൻറ്റ് പരിധിയിൽ വരും. ജനപ്രതിനിധികളായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്, ജനങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും. ഇപ്പോൾ ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടനയാണ് ADR. കേട്ടിട്ടുണ്ടാവും, എവിടെയും കേട്ടിട്ടുണ്ടോ ADR-നെ കുറിച്ച്? ADR ആണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ശരിയല്ല, EVing മെഷീൻ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കേസ് കൊടുക്കുന്ന സംഘടന. അങ്ങനെയാണ് ADR-നെ പരിചയം. ഇനി അങ്ങനെയല്ല, കുറച്ചുകൂടെ സിനിമ പെട്ടെന്ന് മനസ്സിലാവും. ADR എന്ന് പറയുന്നത് സോറോസിൻ്റെ സംഘടനയാണ്. അത് ശരി. സോറോസിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ജനാധിപത്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റണം, അതാണല്ലോ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഏക മാർഗം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് കൊണ്ടുവരണം, കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ ഇന്ത്യയിലെ ഏജൻ്റാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അവരുടെ സർക്കാർ വരണം. സോറോസ് പറഞ്ഞു കൊടുക്കുന്നല്ലേ, നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റാൻ $5000 കോടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ആളാണ് ജോർജ് സോറോസ്. ഇതിന് രാഹുൽ ഗാന്ധിയായിട്ടുള്ള ബന്ധം അറിയാം. നമ്മുടെ ഫോറി ആൻറ്റി BR നെഹ്റുവിൻ്റെ ഭാര്യ, ആ കണക്ഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കാത്ത കുറേ പ്രേക്ഷകരുണ്ട്. അവരിങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് ഈ ബന്ധങ്ങളൊക്കെ പറയണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ മണിപ്പൂർ കണക്ഷൻ, നമ്മൾ വീണ്ടും പറയണം. നമുക്ക് വീണ്ടും ചെയ്യാം വീഡിയോ. നമ്മൾ അധികം വൈകാതെ പുതുവർഷത്തിൽ രണ്ടും നമ്മൾ ചെയ്യും. ഈ ഫോറി ആൻറ്റി ബന്ധം, സോറോസ് ബന്ധം, പിന്നെ ഏതാണ് മണിപ്പൂർ, ഇതൊക്കെ നമുക്ക് വേറെ വീഡിയോ ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ എനിവേ നമുക്ക് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം ഈ ADR-ൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ADR-ൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഏറ്റവും പണക്കാരനായ സംസ്ഥാന മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവാണ്. അദ്ദേഹത്തിന് 931 കോടി രൂപയുടെ സ്വത്തുണ്ട്. 931 കോടി? കൃത്യം പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രേമ കാണ്ഡു, അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, 332 കോടി. പക്ഷേ ചന്ദ്രബാബു നായിഡുവിന് 10 കോടിയുടെ ബാധ്യതയുണ്ട്, കടമുണ്ട്, ലോണുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല. 931 കോടി രൂപയുടെ ആസ്തിയുള്ള ആൾ 10 കോടിക്ക് എന്തിനാണ് കടക്കാരനായി ഇപ്പോഴും തുടരുന്നതെന്ന് അറിയില്ല. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ കാണ്ഡുവിന് 332 കോടി രൂപയുണ്ട്. അദ്ദേഹത്തിന് 180 കോടി രൂപയുടെ ലോൺ അല്ലെങ്കിൽ ബാധ്യത ഉണ്ടെന്ന് പറയുന്നു. മൂന്നാം സ്ഥാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കാണ്. 51 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ. 23 കോടി രൂപയുടെ വായ്പയുണ്ട്. ഇനി ഏറ്റവും കുറവ് മമതാ ബാനർജിക്കാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ആകെ 15 ലക്ഷം രൂപയുടെ സ്വത്തുക്കളേ ഉള്ളൂ. കൃത്യം പറഞ്ഞാൽ 15,30,29 രൂപയാണ് മമതാ ബാനർജിയുടെ സ്വത്തുക്കൾ. അതിനകത്ത് സ്ഥാവര വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അതായത് വണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂവബിൾ ആയിട്ടുള്ള. ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ കെട്ടിടം വസ്തുക്കളാണ് നീക്കാൻ പറ്റാത്ത, നീക്കിക്കൊണ്ട് പോകാമെന്നൊക്കെ വണ്ടി പോലെ. അതാണ് മൂവബിൾ ഇമ്മൂവബിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, പിന്നെ അത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഭൂമിയൊന്നുമില്ല ആർക്ക്? മമതാ ബാനർജിക്ക്. അപ്പോൾ ഈ 2024 15,47,841 രൂപയായിരുന്നു മമതാ ബാനർജിക്ക് ആകെ വരവ്. അത്രയും അടുത്താണ് മമതാ ബാനർജിയുടെ സ്വത്ത്. ഇതാണ് അത് വരവെന്ന് പറയുന്നത് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശമ്പളം, മറ്റ് അലവൻസുകളിൽ ഒക്കെ വരുമല്ലോ. അതാണ് മമതാ ബാനർജിയുടെ വരവും സ്വത്തുക്കളും ഒക്കെ അവിടെ കാണുന്നത്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഞാൻ. അതിനു മുമ്പ്
ഒരു ഇന്ത്യയിലെ പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം, അതായത് പ്രതിശീർഷ ശരാശരി ദേശീയ വരുമാനം എന്ന് പറയുന്നത് 1,85,854 രൂപയാണെന്നാണ് ഈ ADRൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിമാരുടെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് 13,64,310 അത് നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ്റെ ശരാശരി വരുമാനം ADRൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ. അത്രയൊക്കെ ഒരു വരുമാനമുള്ള ആളുകളാണോ ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ കണക്കിൻ്റെ അത്തരം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. ADRൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം 2023-24 1,85,854 രൂപയാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രിമാർക്ക് ഇതിൻ്റെ 7.3 ഇരട്ടി വരുമാനമുണ്ട്. 13,64,310 രൂപയാണ് പ്രതിശീർഷ വാർഷിക വരുമാനം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക്. ഇനി നമ്മുടെ സഖാവ് പിണറായി വിജയന് എത്രയാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വരുമാനം പറയാം. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ, വരുമാനമല്ല സ്വത്ത്, 55 ലക്ഷം രൂപയുടെ സ്വത്തുക്കളേ ഉള്ളൂ. പിണറായി വിജയന് 1,18,00,000 രൂപയുടെ സ്വത്തുക്കളുണ്ട്. അപ്പോൾ പിണറായിക്ക് ഈ മൂവബിൾ നീക്കിക്കൊണ്ടുപോകുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ടല്ലോ, അത് മൂവബിൾ അസറ്റ് എന്ന് പറയുന്നത് 31,80,766 രൂപയുടെ സ്ഥാവര വസ്തുക്കളുണ്ട്. അതായത് മൂവബിൾ, അതിൻ്റെ വേർഡിങ് കറക്റ്റാണല്ലോ അല്ലേ? അതെ. മൂവബിൾ. ഇമ്മൂവബിൾ അസറ്റ് എന്ന് പറയുന്നത് ഭൂമി, കെട്ടിടം, ഇതൊക്കെയാണല്ലോ. 86,95,000 രൂപയുടെയാണ് നീക്കാൻ പറ്റാത്ത സ്വത്തുക്കൾ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂമി, വീട് എല്ലാം ഉൾപ്പെടെ പിണറായിക്ക് 86,95,000 രൂപ മതിപ്പ് വില വരുന്ന വസ്തുക്കളും വീടും ഒക്കെയുണ്ട്. അല്ലാത്തത് 31,80,760. അതിനകത്ത് ചിലപ്പം വീട്ടിൽ TV ഉണ്ടാവാം, കാറുണ്ടാവാം, ഫ്രിഡ്ജ് ഉണ്ടാവാം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ മൂവബിൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് പിണറായി വിജയൻ്റെ സ്വത്ത്. അദ്ദേഹത്തിന് 2024 2,87,860 രൂപയായിരുന്നു പിണറായിക്ക് ഈ കഴിയുന്ന ഡിസംബർ അവസാനിക്കുന്ന വർഷത്തെ 2024 വരവ് എന്ന് ADRൻ്റെ റിപ്പോർട്ട് പറയുന്നു. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ പൊതുവെയുള്ള കണക്ക്. അതിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി പൗരന് പ്രതിശീർഷമുള്ള വരുമാനത്തിൻ്റെ 7 മടങ്ങ് മുഖ്യമന്ത്രിമാർക്ക് 7.3 7.5 മടങ്ങ് വരുമാനം മുഖ്യമന്ത്രിമാർക്കുണ്ട്. പിന്നെ ഇതാണ് ജനറലി ഉള്ളൊരു കണക്ക്. ഇനി വേറെ കാര്യം വെച്ചാൽ ഇതിനകത്ത് ഈ ADRൻ്റെ റിപ്പോർട്ടിൽ പറയാത്ത ചില മുഖ്യമന്ത്രിമാരെ ഞാൻ തപ്പിപ്പോയി. അത് വേണമല്ലോ. ഇപ്പോൾ നിങ്ങൾ പിണറായിയെ പറഞ്ഞു, ചന്ദ്രബാബു നായിഡുവിനെ പറഞ്ഞു, മമതയെ പറഞ്ഞു, എന്താ പിന്നെ ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാർ ഇതിനകത്ത് BJP മുഖ്യമന്ത്രിമാരുടെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മര്യാദകളല്ലേ? അതെ, പറയണം, ഉറപ്പായിട്ടും പറയണം. അതുകൊണ്ട് ഞാൻ യോഗി ആദിത്യനാഥിൻ്റെ സ്വത്തുക്കൾ തേടിപ്പോയി. അപ്പോഴാണ് എനിക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട കൗതുകം. യോഗി ആദിത്യനാഥിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സിൽ 40 40-50 അതിനുള്ളിൽ. ഏകദേശം ഒത്തുവരുന്നത്. പലരും നിൽക്കുന്നത് 10-60 വയസ്സുണ്ടാവുന്ന. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം 1972 ജൂൺ 5 യോഗി ജനിച്ചത്. അപ്പോൾ എത്ര വയസ്സുണ്ട്? 1972 ജൂൺ 5. കണക്കറിയാവോ? കൂട്ടി വിഷമിക്കണ്ട, 52 വയസ്സ്. 52 വയസ്സേ ഉള്ളൂ യോഗി ആദിത്യനാഥിന്. കണ്ടാൽ അതിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരാളാണ്. 52 വയസ്സേ ഉള്ളൂ. ഞാൻ നോക്കി, അദ്ദേഹം HN ബഹുഗുണ ഗർവാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1989 BSc പാസ്സായ ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കാവ്യം ചുറ്റി ഒരാളെ ഇറങ്ങിക്കുക, വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല, കളവൻ എന്നൊക്കെ പറഞ്ഞ് ചില സുടുക്കളുടെ പോസ്റ്റ് കാണാറുണ്ട്. അങ്ങനെയൊന്നും അല്ല. 52 വയസ്സേ ഉള്ളൂ മക്കളെ. സമയം ഒരുപാട് കിടക്കുകയാണ്. ഒരുപാട് കാലം മുമ്പിലുണ്ട്. ഒരുപാട് കാലം ഈ ഭീഷണി മുന്നിലുണ്ട്. ചിലരൊക്കെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ ആര്, മോദി കഴിഞ്ഞാൽ അമിത്ഷാ കഴിഞ്ഞാൽ യോഗി എന്നൊരു ഇക്വേഷൻ പൊതുവെ പറയുന്നുണ്ട്. ചിലരൊക്കെ അത് പോരാ, മോദി കഴിഞ്ഞാൽ യോഗി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല മോദി കഴിഞ്ഞാൽ ഉടൻ യോഗി വരും എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് 52 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് അവസരമുണ്ട്. ഈ പറഞ്ഞ പോലെ അമിത്ഷായ്ക്കും വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. 56-57 വയസ്സേ ഉള്ളൂ. ചെക്ക് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് യോഗിയുമായിട്ട് 4, 5, 6 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ
അമിത്ഷായ്ക്കുള്ളൂ. അപ്പോൾ രണ്ടാളും വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്താൽ രാഹുൽ ഗാന്ധിയെക്കാളും ചെറുപ്പക്കാരനാണ് യോഗി ആദിത്യനാഥ്. രാഹുൽ ഗാന്ധിയെക്കാളും 1-2 വയസ്സേ കൂടുതലുള്ളൂ ആർക്ക്? അമിത്ഷായ്ക്ക്. അപ്പോൾ രണ്ടുപേർക്കും ഇന്ത്യയിൽ ഈ പറഞ്ഞ സോക്കോൾഡ് ഫുഡുക്കൾക്ക് നല്ല പേടി വരുന്ന 2 പേരുകളാണ് അമിത്ഷായുടെയും യോഗിയുടെയും. പക്ഷെ അവർ 75 വയസ്സ് വരെ പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണ് നരേന്ദ്രമോദി. അപ്പോൾ 10-25 വർഷം ഈ 2 അണ്ണന്മാരും ഉണ്ട്. നോക്കിയും കണ്ടു നിന്നാൽ കൊള്ളാമെന്ന് ഇവർക്ക് ഇപ്പോഴേ അറിയാം. അപ്പോൾ ഒന്ന് പേടിക്കേണ്ടതല്ലേ, അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇനി വേണമെങ്കിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, അല്ല വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ യോഗിയുടെ കാര്യം ഞാൻ നോക്കി. യോഗിക്ക് എത്ര സ്വത്തുണ്ടെന്ന് ഞാൻ നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് 95,98,053 രൂപയുടെ സ്വത്തുക്കളുണ്ട്. അത് അദ്ദേഹത്തിന് കടമൊന്നുമില്ല. പുള്ളി ഇതിനെ കടം മേടിക്കുന്നത് സന്യാസിയല്ലേ. 25-30 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അമ്മയെ കാണാൻ പോയത്. അപ്പോൾ മഹാദുഷ്ടൻ, അമ്മയെപ്പോലും തിരിഞ്ഞു നോക്കാത്ത ആൾ എന്ന് പറയും. സന്യാസിയായി പോയി കഴിഞ്ഞാൽ സർവം പരിത്യജിക്കണം, അങ്ങനെയല്ലേ? പിന്നെ ഒരു ബന്ധങ്ങൾ പിന്നെ ഒന്നുമില്ല, എല്ലാ ബന്ധങ്ങളും മുറിച്ച് അവസാനം നമ്മൾ പറയുന്നത് ഉദകപിണ്ഡം വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്, അല്ലേ? അങ്ങനെ സ്വയം പിണ്ഡം വെച്ചിട്ടാണ് പോകുന്നത്. ലൗകിക ജീവിതവുമായുള്ള എല്ലാ ബന്ധവും വിട്ടിട്ടാണ് പോകണം. പിന്നെ എന്ത് അമ്മ, എന്ത് അച്ഛൻ, എന്ത് സഹോദരി, എന്ത് ഭാര്യ, ബന്ധങ്ങളില്ല. അതുകൊണ്ടാണ് 25-30 വർഷത്തിന് ശേഷം മാത്രം അമ്മയെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ എല്ലാ ബന്ധങ്ങളും നമ്മൾ ദേശാടന സിനിമ കണ്ടിട്ടില്ല, മറ്റേ ആ കുട്ടി പോകുന്ന ഭയങ്കര സിനിമയാണ്, ജയരാജൻ്റെ സിനിമ. ആചാര്യസ്വാമികളുടെ കഥയാണ് അതിന് പശ്ചാത്തലമാക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിന് ഇത്രയാണുള്ളത്, 95,98,053 രൂപ. ഇനി ഞാൻ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നോക്കി, അതും പറയണമല്ലോ. അദ്ദേഹത്തിന് 17,27,65,162 രൂപയുടെ സ്വത്തുണ്ട്. ബാധ്യത കടങ്ങൾ എന്ന് പറയുന്നത് 3,51,97,352 രൂപയുടെ ബാധ്യതയുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നോക്കി. ഇദ്ദേഹം ഹിമന്ത ബിശ്വ ശർമ്മ ഇവരൊക്കെ പറയുന്ന പോലെ ഭീകരനാണ്, വിവരദോഷിയാണ് എന്നൊക്കെ പറയും, ചാണകസംഖ്യയാണെന്നൊക്കെ പറയും. നോക്കിയപ്പോൾ അദ്ദേഹം ഗുവാഹട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil കഴിഞ്ഞ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. പക്ഷേ എവിടെ അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല. ഗുവാഹട്ടി യൂണിവേഴ്സിറ്റിയിൽ 2006 ഡോക്ടറേറ്റ് നേടിയ ആളാണ്. പിന്നെ ഞാൻ നോക്കി, ഇനിയിപ്പോൾ ഇത് പറയണ്ടേ, നിങ്ങളിലേക്ക് മുഖ്യമന്ത്രിമാരെ മോദിയുടെ ഒന്ന് പറയടേ എന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ മോദിയുടെ കൂടെ നോക്കി. ഇത് ഇലക്ഷൻ കമ്മീഷൻ ADR റിപ്പോർട്ടല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി സമർപ്പിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മോദിക്ക് 3,20,889 രൂപയുടെ സ്വത്തുക്കളുണ്ട് എന്നാണ് കാണുന്നത്. അതിൽ അദ്ദേഹത്തിന് SBIയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം അത് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു. 2,85,00,000 രൂപയുടെ നിക്ഷേപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ട്. 2,67,000 രൂപയുടെ സ്വർണം ഉണ്ട്. നാഷണൽ സേവിങ്സിൽ 9,12,000 രൂപയുണ്ട്. 3,33,000 രൂപ ടാക്സ് അടച്ചിരുന്നു. കയ്യിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന 52,920 രൂപ ക്യാഷായിട്ടുണ്ടായിരുന്നു. ഇതാണ് നരേന്ദ്രമോദിയുടെ സ്വത്തുവിവരം. ഇതും പരസ്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. എന്തുകൊണ്ട് അവർ ഈ കണക്കുകൾ എല്ലാവരുടെയും പുറത്തുവിടാത്തത്? അതെനിക്ക് ഞാൻ ഒരുപാട് ഈ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പരതി. ഇതിൻ്റെ ADRൻ്റെ ഫുൾ ലിസ്റ്റ് കിട്ടുമെന്ന്. ഫുൾ ലിസ്റ്റ് ഇല്ല, ഒരിടത്തും കാണുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ ഇലക്ഷൻ കമ്മീഷനിൽ പോയി പരതേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുതലുള്ള ആളുകളുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ജനം അറിയേണ്ടതാണ്. അപ്പോൾ അറിയാൻ ഉള്ള സംവിധാനമൊക്കെ ഉണ്ടാരും നോക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ഈ 15 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ നരേന്ദ്രമോദി അല്ലേ, 10 വർഷം 11 വർഷം പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ശമ്പളം വെക്കുമ്പോൾ 3 കോടി രൂപ എന്നൊരു തുകയല്ല. കാരണം പ്രധാനമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും വേറെ ചിലവൊന്നുമില്ലല്ലോ. അത് ഈ പൈസ എന്ത് ഇറങ്ങുമല്ലേ, ഇതെല്ലാം പബ്ലിക് അക്കൗണ്ടബിൾ മണിയാണ്. അതുകൊണ്ട് ബാങ്കിലിട്ടിരിക്കുന്നു. 2,65,00,000 രൂപയുണ്ട്. ബാക്കിയുള്ളത് അത് SBIയിലാണുള്ളത്. പിന്നെ സ്വർണം ആകെയുള്ള 2,67,000 രൂപയുടെ സ്വർണ്ണമുണ്ട്. അതെന്തോ റിങ് എന്നൊക്കെയാണ് പറയുന്നത്. പൈസയായിട്ട് 52,920 രൂപയുണ്ട്. പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ശമ്പളം അറിയാമല്ലോ. MPമാർക്ക് തന്നെ 3-4 ലക്ഷം രൂപ കിട്ടും. അതുകൂടാതെ ഇപ്പോൾ MP എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സാലറി കൂട്ടുമ്പോൾ തന്നെ
അദ്ദേഹത്തിന് ഈ തുക എത്തിപ്പിടിക്കുന്ന തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആൾക്ക് നമ്മുടെ പിണറായി വിജയൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് 1,18,00,000 രൂപയുടെ സ്വത്തുക്കളാണ് പിണറായി വിജയനുള്ള. അല്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മാഫിയ കിങ് ആണ്, ഡോണാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഓർമ്മിക്കുക, അദ്ദേഹത്തിന് 1,18,00,000 രൂപയുടെ സ്വത്തുക്കളേ ഉള്ളൂ. അത് ഇതൊക്കെ ഈ പറഞ്ഞ സ്വത്തുക്കളൊക്കെ അവരവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. അതെ, അവരവർ പൂരിപ്പിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്നതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചെറിയ വർത്തമാനം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.